സ്നേഹമുള്ള ബഹുമാനപ്പെട്ട സ്റ്റീഫൻ കണ്ടാരെ പള്ളിയച്ഛ, ആദ്യമായി അച്ഛന് അർദ്ധമായ അനുമോദനങ്ങൾ ഞാൻ നേരുകയാണ്. ഇവിടെ സ്ഥാപിതമായിരിക്കുന്ന കാനായ മിഷൻ്റെ ചാപ്പയിലായി അച്ഛൻ നിവനായിരിക്കുന്നതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഓസ്ട്രേലിയയിൽ കാനായ മക്കൾക്ക് വേണ്ടി ആദ്യമായി ഒരു സഭാ ഘടകം രൂപീകൃതമായിരിക്കുന്നു എന്നതിൽ വളരെയേറെ സന്തോഷിക്കുകയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും സ്നേഹപൂർവ്വം അഭിനന്ദിക്കുകയും ചെയ്യുന്നു. എല്ലാ സന്തോഷത്തിൻ്റെയും പിന്നിൽ കണ്ണുനീരിൻ്റെ ഒരു നനമുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ആ നനമുണ്ടെങ്കിലും അത് നമ്മളെ എത്തിക്കുന്നത് വലിയ സന്തോഷത്തിലേക്കാണ്. വാസ്തവത്തിൽ ഓസ്ട്രേലിയയിലെ സിറോ മലബാർ സഭയിലെ കാനായ സമൂഹത്തിന് സ്വന്തമായി ഈ മിഷൻ സ്ഥാപിച്ചതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നിങ്ങൾക്കറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഇവിടെയുള്ള മിഷനെ പറ്റിയുള്ള വളരെയേറെ മോശമായിട്ടുള്ള ചില കാര്യങ്ങൾ പറയുകയും പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തത് നിങ്ങളെല്ലാവരും കാണുന്നുണ്ടായിരുന്നു. എനിക്കതിൽ വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. കാരണം നിങ്ങളെല്ലാവരും ഇതെല്ലാം പിന്തുടരുന്നവരാണല്ലോ. കഴിഞ്ഞ ഏതാണ്ട് 10-15 വർഷമായി വടക്കേ അമേരിക്കയിൽ നമുക്ക് സ്വന്തമായിട്ടുള്ള സഭാ സംവിധാനം ഉണ്ടാകുവാൻ വേണ്ടി വളരെയേറെ മത്സരങ്ങളും കുറ്റപ്പെടുത്തലുകളും എല്ലാം ഏൽക്കേണ്ടി വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ ഇന്ന് വളരെ സന്തോഷത്തോടെയാണ് ഞാൻ നിൽക്കുന്നത്. കാരണം വടക്കേ അമേരിക്കയിലെ ജ്ഞാനായക്കാർക്ക് സ്വന്തമായിട്ട് 12 പൂർണ്ണ ഇടവകകളുണ്ട്. മറ്റ് മിഷനുകൾക്ക് പുറമെ നമ്മുടെ നാട്ടിലുള്ള ഏത് ജ്ഞാനായ ഇടവകയിൽ പോകുന്നത് പോലെ നമ്മുടെ ആളുകൾക്ക് അവിടെ പോകുവാനും അവിടെ ജ്ഞാനായ വൈദികരുടെ ശുശ്രൂഷ ലഭിക്കുവാനും സ്വന്തമായിട്ടുള്ള ദേവാലയത്തിൽ സന്തോഷത്തോടെ പങ്കുചേരുവാനും ഒക്കെയുള്ള ഒരു വലിയ അവസരം സംജാതമായി എന്നുള്ളത് വളരെയേറെ അഭിമാനത്തോടെ അനുസ്മരിക്കാവുന്ന ഒരു കാര്യമാണ്. അതിന് പിന്നിൽ വലിയ ത്യാഗമുണ്ട് എന്നുള്ളത് നിസ്സംശയം പറയാൻ സാധിക്കും. കാരണം ഇങ്ങനെ മിഷൻ ആരംഭിക്കുന്നതിന് വലിയ എതിർപ്പുകൾ അവിടെ ഉണ്ടായിരുന്നു. പള്ളി വേണ്ട, പള്ളി വാങ്ങണ്ട, പള്ളിയെ സഹായിക്കേണ്ട, പള്ളിക്ക് പണം കൊടുക്കണ്ട എന്നെല്ലാം പറഞ്ഞ് അതുപോലെ തന്നെ തുറന്ന പള്ളികൾ അടപ്പിക്കാൻ വരെയുള്ള വലിയ ശ്രമങ്ങൾ അവിടെ നിരന്തരമായി നടന്നുകൊണ്ടിരുന്നെങ്കിലും അവിടെയുള്ള വിശ്വാസ സമൂഹം ഇത്തരത്തിലുള്ള ശ്രമങ്ങളെ ചെറുത്ത് തോൽപ്പിച്ചുകൊണ്ട് അവിടെ അവർക്ക് വേണ്ടിയിട്ട് സ്വന്തമായി ഇടവകകൾ രൂപീകരിക്കുവാൻ മുന്നോട്ട് വരികയും അങ്ങനെ ഇന്ന് സ്വന്തമായ ദേവാലയങ്ങളുള്ള 12 ഇടവക ആയിട്ട് അമേരിക്കയിലെ ജ്ഞാനായ സമൂഹം വളർന്നുകൊണ്ടിരിക്കുകയുമാണ് ചെയ്യുന്നത്. ആ 12 ഇടവകകൾ 5 ഫൊറോനകളിലായിട്ട് ഇന്ന് പുഷ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഇവിടേക്ക് വരുന്നതിന് മുൻപ് ഞാൻ അമേരിക്കയിലെ 5 ഫൊറോനകൾ സന്ദർശിച്ച് അവിടെയുള്ള ഫൊറോനാതല സംഗമങ്ങളിൽ വളരെ സന്തോഷത്തോടെ പങ്കെടുക്കുകയും അവരുടെ വളർച്ച കണ്ട് ആനന്ദിക്കുകയും ചെയ്തു. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ പിന്നിൽ വളരെയേറെ വേദനയും ത്യാഗവും സഹിക്കേണ്ടി വന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാമായിരിക്കും. പലതരത്തിലുള്ള പ്രചരണങ്ങളും അപവാദങ്ങളും കുറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളും മത്സരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെയും വളരെ നല്ല രീതിയിൽ നമ്മുടെ വൈദികര് എന്നോട് സഹകരിച്ച്, പ്രത്യേകിച്ച് അന്ന് നേതൃത്വം നൽകിയിരുന്ന ബഹുമാനപ്പെട്ട അബ്രാഹാം മുത്തോലത്തച്ഛൻ്റെ നേതൃത്വത്തിൽ വളരെയേറെ ത്യാഗങ്ങൾ സഹിച്ചാണ് നമ്മുടെ അമേരിക്കയിലുള്ള ആളുകൾക്ക് വേണ്ടി ഇപ്രകാരമുള്ള ഒരു സംവിധാനം സ്ഥാപിതമായത്. അവിടെ സ്ഥാപിതമായ ഓരോ ഇടവകയും 1911 വിശുദ്ധ പത്രാമീയൂസ് തെക്കുംഭാഗർക്ക് നൽകിയ ആ കൽപ്പനയുടെ പൂർണ്ണമായ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ടും ആശയം സ്വീകരിച്ചുകൊണ്ടുമാണ് നടപ്പാക്കിയിരിക്കുന്നത് എന്നുള്ളത് സൂക്ഷിച്ചു വീക്ഷിക്കുന്ന ഏവർക്കും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയുള്ള ഒരു സമൂഹം വാസ്തവത്തിൽ കേരളത്തിലെ കോട്ടയം രൂപതയുടെ അതിർത്തികൾക്ക് പുറത്ത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏക സംവിധാനം വടക്കേ അമേരിക്കയിലുള്ളതാണ്. വടക്കേ അമേരിക്കയിൽ ഇപ്രകാരമുള്ള ഒരു സംവിധാനം ഉണ്ടാകുവാൻ വളരെയേറെ വേദനയും ത്യാഗവും സഹിക്കേണ്ടി വന്നു എങ്കിലും ഇന്ന് എനിക്കത് വലിയ സന്തോഷമുണ്ട്. കാരണം ജ്ഞാനായ മക്കൾക്ക് അഭിമാനത്തോടെ തങ്ങളുടെ തനിമയും പൈതൃകവും പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുവാൻ സാധിക്കുന്ന, വരും തലമുറയ്ക്ക് പ്രത്യാശയുടെ പ്രകാശം പകർന്നു കൊടുക്കുവാൻ സാധിക്കുന്ന സംവിധാനങ്ങൾ രൂപപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിച്ചു. ഇന്നിതാ ഇപ്പോൾ ഓസ്ട്രേലിയയിലും നമുക്ക് സ്വന്തമായി ഒരു ജ്ഞാനായ മിഷൻ രൂപീകൃതമായിരിക്കുന്നു. അഭിമന്യ ഹാർട്ട് പിതാവ് എന്നോട് ചോദിച്ചിട്ടാണ് ഇവിടെ ആദ്യമായിട്ട് ഒരു ജ്ഞാനായ മിഷന് രൂപം നൽകിയത്.
അങ്ങനെ രൂപം നൽകിയ ആ മിഷൻ ഇവിടെ സ്ഥാപിതമായ സിറോ മലബാർ രൂപതയുടെ കീഴിലായപ്പോൾ അഭിമന്യ ബോസ്കോ പിതാവുമായിട്ട് സംസാരിച്ച് നമുക്ക് സ്വന്തമായി നമ്മുടേതായ മിഷനുകൾ നൽകണമെന്നുള്ള അഭ്യർത്ഥനയുമായിട്ടാണ് വാസ്തവത്തിൽ പിതാവിനെ ഞാൻ ഇങ്ങോട്ട് യാത്രയാക്കിയത്. തീർച്ചയായും പിതാവിനെ ഞാൻ ഈ അവസരത്തിൽ ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ്. കാരണം ജ്ഞാനായ സമൂഹത്തെ അറിയുന്ന, മനസ്സിലാക്കുന്ന ഒരു നല്ല ഇടയൻ എന്നുള്ള നിലയിൽ നമ്മുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ആത്മീയ വളർച്ച ആഗ്രഹിച്ചുകൊണ്ട് അഭിമന്യ പിതാവ് ചെയ്യുന്ന വലിയ കാര്യങ്ങളെ ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടെ അനുസ്മരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പിതാവ് നമുക്ക് വേണ്ടിയിട്ട് ഇന്ന് ഇപ്രകാരമുള്ള ഒരു മിഷൻ, ജ്ഞാനായ മിഷൻ സ്ഥാപിതമാക്കിയിരിക്കുന്നത്. കൽപ്പനയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഇവിടെയുള്ള മെൽബൺ ലാറ്റിൻ അതിരൂപതയുടെ അതിർത്തിയിൽ താമസിക്കുന്ന എല്ലാ ജ്ഞാനായക്കാരും ഇന്നു മുതൽ ഈ ജ്ഞാനായ മിഷനിലെ അംഗങ്ങളായിരിക്കും എന്നുള്ളത് നമുക്ക് അഭിമാനത്തോടെ ഓർക്കാവുന്ന ഒരു കാര്യമാണ്. ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട സ്റ്റീഫൻ അച്ഛനെ പ്രത്യേകമായിട്ട് നന്ദിയോടെ ഓർമ്മിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അച്ഛൻ ഇവിടെ ഒരു പള്ളിയിൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് വന്നതാണ്. അച്ഛൻ്റെ ശുശ്രൂഷയിൽ വളരെയേറെ ഇവിടുത്തെ പിതാവും ഇവിടെയുള്ള സഭാ ഭരണകൂടവും സന്തുഷ്ടരായതിന്റെ ഫലമായിട്ടാണ് ക്രമേണ അദ്ദേഹത്തിന് സ്വന്തമായി വികാരിയായിട്ട് ഒരു പള്ളി നൽകിയത്. അച്ഛന് ഇപ്രകാരമുള്ള ഒരു പള്ളി ലഭിച്ചതോടുകൂടി ഇവിടെയുള്ള ജ്ഞാനായ മക്കൾക്കുണ്ടായ സൗകര്യം എത്ര വലുതാണെന്ന് ഇന്ന് ഇവിടെ തിരുനാളിന് കൂടിയിരിക്കുന്ന നിങ്ങളോട് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. വാസ്തവത്തിൽ ഇന്ന് കടാരപ്പള്ളി അച്ഛൻ ഇവിടെ വികാരി ആയിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്ര സ്വാതന്ത്ര്യത്തോടു കൂടി ഈ ലാറ്റിൻ പള്ളിയിൽ നമ്മുടെ തിരുനാൾ ആഘോഷിക്കുവാനും മറ്റു പരിപാടികൾ നടപ്പിലാക്കുവാനും ഒക്കെ സാധിക്കുന്നത്. അതിന്റെ കാരണം അച്ഛൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷ ഇവിടുത്തെ സഭാ നേതൃത്വത്തിന് സന്തുഷ്ടികരമായ രീതിയിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വടക്കേ ഓസ്ട്രേലിയയിൽ ഇപ്പോൾ സ്ഥാപിതമായിരിക്കുന്ന ഈ മിഷന്റെ പിന്നിൽ തീർച്ചയായും ബഹുമാനപ്പെട്ട സ്റ്റീഫൻ അച്ഛന്റെ അധ്വാനവും പ്രയത്നവും ഒരിക്കലും വിസ്മരിക്കപ്പെടുകയില്ല. തീർച്ചയായും നമ്മുടെ ആത്മായ സഹോദരങ്ങളുടെ നല്ല ഒരു സഹകരണത്തോടു കൂടി തന്നെയാണ് ഈ മിഷനുകൾ ഇവിടെ ആരംഭിച്ചത്. ഇനിയും മിഷനുകൾ ആരംഭിക്കേണ്ടതും അങ്ങനെയാണ്. എന്നാൽ അതേസമയം കുറെ ആളുകളെങ്കിലും ഇപ്രകാരമുള്ള മിഷനുകൾ എന്തുകൊണ്ടോ ഇഷ്ടപ്പെടുന്നില്ല, അതിനെ എതിർക്കുന്നു, അതിനെ തകർക്കുവാൻ ുണ്ട്. അത് നമ്മുടെ സമുദായത്തിന്റെ നന്മയ്ക്കല്ല, തകർച്ചയ്ക്കാണ് എന്നുള്ളത് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. വാസ്തവത്തിൽ നമ്മുടെ സമുദായം 345 കേരളത്തിലേക്ക് വന്ന കാലം മുതൽ സ്വന്തമായ ഇടവകകളും ആ ഇടവകകൾക്ക് നേതൃത്വം നൽകുന്ന വൈദികരുമായിട്ടാണ് ജീവിച്ചത്, വളർന്നത്. 1911 രൂപത സ്വന്തമായി കിട്ടുന്നത് വരെ ഇപ്രകാരമുള്ള ഇടവുകളിലൂടെയാണ് നമ്മുടെ ജനം ജ്ഞാനായ തനിമ കാത്തു സൂക്ഷിച്ചതും കൂട്ടായ്മ നിലനിർത്തിയതും തങ്ങളുടെ പൈതൃകങ്ങൾ നഷ്ടപ്പെടാതെ കാത്തു പരിപാലിച്ചതും. ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ സഭാപരമായ സംവിധാനങ്ങളിലൂടെ മാത്രമേ ഉള്ളൂ നമുക്ക് യഥാർത്ഥത്തിൽ ജ്ഞാനായ കൂട്ടായ്മയുടെ ആ മാധുര്യം നുകരുവാനും തലമുറകൾക്ക് പകർന്നു കൊടുക്കുവാനും നമ്മുടെ മക്കളെ അഭിമാനത്തോടെ ജ്ഞാനായ പൈതൃകത്തെ വളർത്തുവാനും സാധിക്കുകയുള്ളൂ. നിർഭാഗ്യവശാൽ ഇപ്രകാരമുള്ള മിഷനുകളെ തകർക്കാൻ പരിശ്രമിക്കുന്ന ഈ വൈദികരെ ഇവിടെ നിന്ന് മാറ്റിക്കളയാൻ പരിശ്രമിക്കുന്ന ആളുകളുടെ ഉദ്ദേശം എന്തായിരുന്നാലും അത് സമുദായ സ്നേഹമല്ല എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വാസ്തവത്തിൽ ഇപ്രകാരമുള്ള സംവിധാനങ്ങളിലൂടെ നമ്മുടെ സമൂഹത്തെ വളർത്തിയെടുക്കുവാൻ വേണ്ടി വളരെയേറെ ത്യാഗങ്ങൾ സഹിച്ച വ്യക്തിയാണ് ഞാൻ. നിങ്ങൾക്കറിയാം, ഈ അടുത്ത നാളുകളിൽ എത്രയോ മോശമായ കാര്യങ്ങളാണ് വ്യക്തിപരമായിട്ട് എന്നെപ്പറ്റി എഴുതിയെന്നുള്ളത് നിങ്ങൾക്കറിയാം. എനിക്കത് പരാതിയില്ല. കാരണം സഭയ്ക്ക് വേണ്ടി, സമുദായത്തിന് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കുന്നതിൽ എനിക്ക് വിഷമമില്ല. പക്ഷേ വ്യാജ പ്രചരണങ്ങളിലൂടെ നമ്മുടെ സമുദായത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിക്കുന്ന, മോശമായി ചിത്രീകരിക്കുന്ന പ്രവർത്തനങ്ങൾ ആരുടെ നന്മയ്ക്കാണ് എന്നുള്ളതിനെ കുറിച്ച് വിവേകമതികളായ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ വൈദികരെയും നമ്മുടെ സഭാ നേതൃത്വത്തെയും മോശമായി ചിത്രീകരിക്കുന്നവർ ജ്ഞാനായ സമുദായത്തെ സ്നേഹിക്കുകയാണോ ദ്രോഹിക്കുകയാണോ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അതിന് സമയമായി എന്നുള്ള യാതൊരു സംശയവുമില്ല. ഏതായിരുന്നാലും വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അത് ഇന്നലെയും ഒത്തിരി ദുഃഖകരമായ ഒരു സാഹചര്യത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നു. ചർച്ചകളിലൂടെ വ്യക്തമാക്കിയിട്ടും മനസ്സിലാക്കാൻ തയ്യാറാകാതെ സമുദായത്തെയും സഭയെയും ഒക്കെ മോശമായി ചിത്രീകരിക്കുകയും വ്യാജ പ്രചരണങ്ങളിലൂടെ, ഒരുപക്ഷെ ഈ ദിവസങ്ങളിലെ വാർത്തകളിൽ കണ്ടു കാണും, ഇവിടുത്തെ സാഹചര്യങ്ങൾ കണ്ടവർക്കറിയാം എത്രമാത്രം
വ്യാജ പ്രസ്താവനകളാണ് ഇതിലെ കടന്നു പോകുന്നത് എന്ന്, വ്യാജ പ്രസ്താവനകളിലൂടെ നമ്മയൊക്കെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്നത് സഭയോടുള്ള സ്നേഹമാണോ, സമുദായത്തോടുള്ള സ്നേഹമാണോ, അതോ സ്വന്തം കാര്യ നേട്ടത്തിനുള്ള മാർഗമാണോ എന്നുള്ളത് വിവേകമതികളായ ആളുകൾ വിനയപൂർവ്വം ചിന്തിച്ചാൽ ഉത്തരം കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഏതായിരുന്നാലും നമ്മൾ ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് ഓസ്ട്രേലിയയിലും നല്ല ഒരു സഭാ സംവിധാനം സംജാതമായി കഴിഞ്ഞു. ഇനി മറ്റു സ്ഥലങ്ങളിലും അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക. പ്രിയ മക്കളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായ ഒരു പൈതൃകത്തിന്റെ ഉടമകളാണ് നമ്മൾ. പ്രത്യേകമായിട്ടും കുടിയേറ്റ സ്വഭാവത്തോടു കൂടിയ ജനതയാണ് നമ്മൾ. അതുകൊണ്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് കുടിയേറുന്നവരായ നമുക്ക് നമ്മുടെ കൂട്ടായ്മ നിലനിർത്തുവാനായിട്ട് നമ്മുടേതായ സഭാ സംവിധാനങ്ങൾ ആവശ്യമാണ്. അങ്ങനെ സഭാ സംവിധാനങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ നാം ചിതറിക്കപ്പെടുകയാണ് ചെയ്യുക എന്നുള്ളത് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മുടെ ഈ സമൂഹത്തിന് സഭാത്മകമായ വളർച്ചയിലൂടെ അഭിമാനകരമായ നേട്ടങ്ങൾ എത്തിപ്പിടിക്കുവാനും അങ്ങനെ നമ്മുടെ പിതാക്കന്മാർ വിചാരിച്ചതുപോലെ ലോകാവസാനത്തോളം കർത്താവിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഈ ജനം വിശ്വാസത്തിലും സഭയുടെ തണലിലും വളരുവാനും നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. തെറ്റിദ്ധാരണകൾ മൂലമോ അറിവില്ലായ്മ മൂലമോ സ്വാർത്ഥ താല്പര്യങ്ങൾ മൂലമോ ആരെങ്കിലുമൊക്കെ ഈ സഭയെയും സമുദായത്തെയും വികലമാക്കുന്നുവെങ്കിൽ അത് അവരുടെ അറിവില്ലായ്മയാണ് എന്ന തിരിച്ചറിവോടുകൂടി യഥാർത്ഥത്തിൽ സഭയെയും സമുദായത്തെയും സ്നേഹിക്കുന്നവർ ഈ സമുദായത്തെ വളർത്തുവാൻ പരിശ്രമിക്കുക. നാം ആരും ഭയരഹിതരാകേണ്ട ആവശ്യമില്ല. ദൈവത്തിന്റെ കൃപയാൽ നമുക്ക് ഇപ്രകാരമുള്ള സൗകര്യങ്ങൾ സംജാതമാകുന്നത് തീർച്ചയായിട്ടും നമ്മുടെ പിതാക്കന്മാരുടെ അനുഗ്രഹം തന്നെയാണ്. അതുകൊണ്ട് ആ അനുഗ്രഹത്തിന് പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇന്ന് ഇവിടെ സ്ഥാപിതമായിരിക്കുന്ന ഈ ജ്ഞാനായ മിഷൻ ഓസ്ട്രേലിയയിലുള്ള ജ്ഞാനായ സമൂഹത്തിന്റെ വളർച്ചയുടെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു അടിത്തറയാണ്. ഇവിടെ നിന്ന് ഇത് ആരംഭിച്ച് ഓസ്ട്രേലിയ മുഴുവനിലുമുള്ള നമ്മുടെ ജ്ഞാനായ മക്കൾക്ക് സഭാത്മകമായ വളർച്ചയ്ക്ക് സൗകര്യങ്ങൾ സംജാതമാകുവാൻ നല്ലവനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഈ തിരുനാളിൽ നമുക്ക് ലഭിച്ച ഈ വലിയ സമ്മാനം പരിശുദ്ധ അമ്മയുടെ പാതാര ബിന്ദങ്ങളിൽ ഞാൻ വിനയപൂർവ്വം സമർപ്പിക്കുകയാണ്. അമ്മയുടെ സംരക്ഷണയിൽ നമ്മുടെ സമുദായം എല്ലാ എതിർപ്പുകളെയും അതിജീവിച്ച് കൂട്ടായ്മയിലും സ്നേഹത്തിലും ഐക്യത്തിലും വളരുക തന്നെ ചെയ്യും. കാര്യങ്ങൾ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യങ്ങൾ മൂലം ആരെങ്കിലും വിഘടിച്ചു നിൽക്കുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപൂർവ്വം അവരെ നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് മാടി വിളിക്കാം. അങ്ങനെ നമ്മുടെ ജ്ഞാനായ സമുദായത്തിന്റെ ഐക്യവും അഖണ്ഡതയും യോജിപ്പും സ്നേഹവും ലോകത്തിന് മുമ്പിൽ പ്രകാശിപ്പിച്ചുകൊണ്ട് നമ്മുടെ പിതാക്കന്മാർ നമുക്ക് നൽകിയ വലിയ മാതൃകയെ പിഞ്ചെന്നുകൊണ്ട് ജ്ഞാനായ സമുദായത്തിന്റെ മിഷനറി ചൈതന്യം നമ്മുടെ ജീവിതത്തിലൂടെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ കുർബാനയെ സൂചിപ്പിച്ചതുപോലെ നാം ജീവിക്കുന്ന സ്ഥലങ്ങളിൽ യഥാർത്ഥ സുവിശേഷത്തിന്റെ വെളിച്ചമായി വർത്തിക്കുവാൻ ഉള്ള ചുമതലയാണ് ജ്ഞാനായ മക്കൾക്ക് ദൈവം നൽകിയിരിക്കുന്നത്. ആ ചുമതല ഏറ്റെടുത്ത് നമ്മുടെ സമുദായത്തെ ദൈവത്തിന് പ്രിയമുള്ള, ജനത്തിന് നന്മയുള്ള, നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു നല്ല സമുദായമായി വളർത്തുവാൻ ദൈവത്തിന്റെ കൃപകൾ നമുക്ക് പ്രാർത്ഥിക്കാം. കുറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടാകും. അവയുടെ മുമ്പിൽ നാം ആരും നഷ്ടധൈര്യരാകേണ്ട ആവശ്യമില്ല. കാരണം നാം യത്നിക്കുന്നത് നമ്മുടെ ആരുടെയും സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയല്ല. നമ്മുടെ സമുദായത്തിന്റെ നൂറ്റാണ്ടുകളായി പൂർവികന്മാർ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച ഒരു വലിയ സമുദായത്തിന്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിന്റെ മുൻപിലുണ്ടാകുന്ന പ്രതികൂല സാഹചര്യങ്ങളെ അവഗണിച്ച് അതിജീവിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് ഈ ജനത്തിന് സാധിക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെയാണ് നാം ഇന്ന് കടന്നുപോയിട്ടുള്ളത്. അതുകൊണ്ട് നഷ്ടധൈര്യമാകാതെ നമുക്ക് നമ്മുടെ ഈ സമുദായത്തിന്റെ സഭാത്മകമായ വളർച്ചയിൽ സന്തോഷിക്കാം, ആനന്ദിക്കാം, ദൈവത്തിന് നന്ദി പറയാം. ശക്തമായ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ശ്രീഹരച്ചനും അച്ഛനോടൊപ്പം പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട തോമസ് അച്ഛനും തീർച്ചയായും നമുക്ക് വലിയ മുതൽക്കൂട്ടാണ്. അവരുടെ ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ട് നമുക്ക് ഈ സമുദായത്തിന്റെ വളർച്ചയിൽ പങ്കുകാരാകാം, അഭിമാനിക്കാം. നമ്മുടെ മക്കൾക്ക് വരും തലമുറയിൽ അഭിമാനത്തോടെ പറയാൻ സാധിക്കണം, ഞങ്ങളുടെ പിതാക്കന്മാർ വെല്ലുവിളികളെ അതിജീവിച്ച് നേടിയെടുത്ത സൗഹൃദത്തിന്റെയും കൂട്ടായ്മയുടെയും ശക്തിയാണ് ജ്ഞാനായ സമുദായം. അതിനെ തകർക്കുവാൻ സ്വാർത്ഥമോഹികൾക്ക് സാധ്യമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് ഈ സമുദായത്തിന്റെ വളർച്ചയിൽ പങ്കുകാരാകാം. ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈ മിഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്ന വെബ്സൈറ്റ് ദൈവാനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഔപചാരികമായി
നമുക്ക് തിരുനാളിൻ്റെ പ്രദക്ഷിണമാണ്